എനിക്ക് ഈ കല്യാണം വേണ്ട. സോറി, എനിക്ക് ഈ ചെക്കനെ ഇഷ്ടമായില്ല. ഈ പെങ്കച്ചിന് ഇത് തന്നെയാ പണി. വാ നമുക്ക് പോകാം. അച്ഛാ, വരട്ടെ കേട്ടോ. അവള് പറഞ്ഞതിന് വിഷമമൊന്നും തോന്നല്ലേ? സാരില്ല. എന്താ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നേ? അവന് ബയോഡേറ്റയും ഫോട്ടോയിലും കണ്ടിട്ടല്ലേ വന്നത്. ഞങ്ങളെ നാണം കെടുത്താനാണോ വിളിച്ചേ? ഇഷ്ടപ്പെട്ടില്ലേ ഈ ഫോണിലേ പറയാലോ. ഞാൻ നിങ്ങളോടെ പറയുന്നത്. എന്തിനാ കരയുന്നേ? എന്റെ ചേട്ടനെന്താ ഇഷ്ടപ്പെടാത്തെ? പറയൂ, എന്താ സംസാരിക്കണ്ടേ? ഞാനും വന്നത് തൊട്ട് നോക്കുക, എന്റെ മുഖത്തേക്ക് നോക്കുന്നില്ലല്ലോ. എന്നെ കാണാൻ തീരെ ഭംഗിയില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടില്ല. അതെന്താ? അതെ, എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല. ഇത് നിങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞോടായിരുന്നോ? എന്റെ വീട് ഞാൻ പറഞ്ഞ വലിയ പ്രശ്നമാവും. ഒന്ന് നിൽക്കുവോ? എന്താ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പോ? ഞാനോ? ആ. എന്ത് ഹെൽപ്പ് ചെയ്യാനാ? അല്ല, എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയി എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞേക്കാം. അത് നിങ്ങൾക്ക് പറഞ്ഞൂടെ? അത് ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് പറയുമായിരുന്നേ എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയേനെ. എന്നെ എന്താ ഇഷ്ടപ്പെടാത്തെ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. അതെൻ്റെ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല. തോന്നി എനിക്ക്. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചൂടെ? അതിലൊരു ചെറിയ പ്രോബ്ലം. ഞാൻ പോലും അവളെ 2 തവണയെ കണ്ടിട്ടുള്ളൂ. ബട്ട് അവരുടെ ഡീറ്റെയിൽസ് വേറെ ഒന്നും എനിക്കറിയില്ല. ഓ, വൺ സൈഡാണോ? ഇത് ചെറിയ പ്രോബ്ലം അല്ല, വലിയ പ്രോബ്ലമാണ്. നെക്സ്റ്റ് ടൈം ഞാൻ കാണുമ്പോൾ ആ പ്രോബ്ലം ഞാൻ സോൾവ് ആക്കും. ഇപ്പം നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പോയി പറഞ്ഞേക്കാം, അത് മതി. എത്രയോ പേരെന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. അവരോടൊക്കെ എന്നെ ഇഷ്ടമായില്ല എന്ന് പറയാൻ ഞാൻ പറഞ്ഞു. ഇതിപ്പോ വ്യത്യാസമായി പോയല്ലോ. എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. എങ്ങനെയാ എന്തിനാ ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ല. ശരി, ഒന്ന് എന്റെ മുഖത്ത് നോക്കിക്കൂടെ? ഹലോ, നിങ്ങള് തന്നെയാ? അല്ലാതെ ഞാൻ നിങ്ങളെ തൊട്ടടുത്ത് നിൽക്കുക. ഞാൻ നിങ്ങളെ കണ്ടായിപ്പോൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ എൻ്റെ മനസാക്ഷി നിങ്ങളുടെ മേലെ സഹതാപം തോന്നിപ്പിക്കും. അതുതന്നെ നിങ്ങളടുത്ത് സംസാരിക്കണമെന്നും നിങ്ങളെ കാണണമെന്നും ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ കണ്ടില്ലെങ്കിൽ നിങ്ങളെന്നെ എതിർക്കാൻ വന്നാൽ പോലും നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് എന്നെ സ്വാർത്ഥതയായിട്ടും എടുക്കാം. ഒരു പക്ഷേ ആ പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ? തീർച്ചയായിട്ടും കിട്ടും. ഇത്രയും വലിയ സിറ്റിയിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് ആ വിശ്വാസമുണ്ട്. കണ്ടുപിടിച്ചാൽ സന്തോഷം തന്നെ. നിങ്ങളെനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങളുടെ ഫാമിലിയെ ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ തിരയുന്ന ആ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് മറ്റൊരു പെണ്ണുമായി തീർച്ചയായും നടക്കൂലേ? ആ മറ്റൊരു പെണ്ണ് ഞാനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഇന്നാ ഇതിലെൻ്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഉണ്ട്. ആ പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടിയാ എൻ്റെ ഫോട്ടോ കീറിക്കോളൂ. അതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു പെണ്ണുമായി മാരേജ് ചെയ്യാനുള്ള സിറ്റുവേഷൻ വന്നാ ഈ നമ്പറിൽ ഫോൺ വിളിക്കണേ.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി 1 ഇയർ വെയിറ്റ് ചെയ്യാം. ഇന്നാ ഓ, ഇതിനെല്ലാം കാരണം അവനാണല്ലേ? അവന് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട, ഇവിടെ നടന്നതൊക്കെ മറ്റാരും അറിയണ്ട, ആരോടും പറയല്ലേന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നിങ്ങക്ക് വാസുവിന് ഇഷ്ടമല്ലേ? വേഗം തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റട്ടെ? ഓക്കെ? എങ്ങനെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ താ. ആ 9600087313. ദേവി, നീ ഇവിടെ എന്ത് ഓക്കെ, ചെയ്യാ? ഞാൻ പോയിട്ട് വരാം. ഇടയ്ക്കിടെ ഫോൺ വിളിക്കണേ. ഓക്കെ, ബൈ. ശരി, പോയിട്ട് വാ. ചേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറിച്ച് പറയണേ. ചെല്ലേ വാരി കൊടുക്കേ, സ്നേഹം കൂടിയതിന്റെ കുഴപ്പമാ. അവനെന്തിനാ ചീത്ത പറയുന്നേ? ആ പെങ്കൊച്ചല്ലേ അവന് വേണ്ടെന്ന് പറഞ്ഞത്, അതിന് അവൻ എന്ത് ചെയ്യാനാ? എന്തോന്ന്? ആ പെണ്ണ് ഇഷ്ടമായില്ലെന്നോ? അത് നീ അങ്ങ് വിശ്വസിച്ചു? ആ പെണ്ണെ ഒറ്റയ്ക്ക് വിളിച്ചിട്ടുണ്ടോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ആ പെണ്ണെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ആ കൊച്ചു വന്ന് നമ്മളോട് ഇഷ്ടമല്ലെന്ന് പറയുമ്പോ അതിന്റെ മുഖത്ത് ഞാൻ വേദന കണ്ടതാ. പറഞ്ഞിട്ട് ഒരു സെക്കൻഡെങ്കിലും ആ കൊച്ചു നിന്നോ? അങ്ങനെയൊക്കെ ചെയ്യോ അവൻ? നിനക്കെന്നെ പ്രാന്തലുണ്ടോ? നിങ്ങളല്ലേ കെട്ടിയത്? എടീ, നീ എന്തിനാ പോയി ചിരിച്ചേ? ചുമ്മാതെ അയച്ചാ. ഇന്നലെ എന്നെ പെണ്ണ് കാണാൻ വന്നേടി. ആണോ? എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്ങനെ അവനെ ഓടിച്ചുട്ടെ? ഒന്ന് മിണ്ടാണ്ടിരിക്കടി. ഇപ്രാവശ്യം അവൻ എന്നെയാ കളിയാക്കിയിട്ട് പോയേ. നീ എന്തീ പറയുന്നേ? എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്താന്നറിയത്തില്ല, ഇത്തവണ എനിക്ക് എല്ലാരെയും ഇഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയും അനിയത്തിയും. വെരി ലവിങ് ഫാമിലി. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അവന്റെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹം വന്ന. ആ സന്തോഷം കുറച്ചു നേരം പോലും നിന്നില്ല. അവരെന്നെ ഇഷ്ടായില്ല എന്ന് പറയാൻ പറഞ്ഞതും എന്താന്നറിയത്തില്ല, എനിക്കവരെ വളരെ ഇഷ്ടായി. അവന്റെ അനീതിയല്ലേ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞത്. നീ സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. ശരി, വാ, അമ്പലത്തിൽ പോവാം. പറയടാ. എടാ, നീ ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോടാ. ആരാ പറഞ്ഞേ? അത് നിന്റെ കൂടെ തന്നെ ഒരുത്തനുണ്ടല്ലോ. രഘുവാണോ? ആ, അവൻ തന്നെ. കുപ്പി ചോദിക്കുന്നു കരുതിയിട്ടാണോ എന്നോട് പറയാതിരുന്നേ? അതൊക്കെ ഒന്നുമല്ലടാ, മനസ്സടാ വല്ലാത്തതുപോലെ. അതാ. എന്തുപറ്റി? നിന്നെ വേണ്ടെന്ന് പറഞ്ഞോള്. ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറഞ്ഞേ. എന്തോന്ന്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തന്നെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അതാടാ, മനസ്സ് വല്ലാത്ത പോലെ. ഒരു സോറി പോലും ചോദിച്ചില്ലടാ. പക്ഷെ ആ പെണ്ണ് വളരെ നല്ല പെണ്ണാടാ. ഞാനാ കഷ്ടപ്പെടുത്തിയ. ശരി, നീ എപ്പോഴാ വരുന്നേ? ദേ ഇറങ്ങിടാ. ദേ വരാ. ബൈ. ഏയ്, എന്താ? നിന്റെ കള്ളത്തരൊക്കെ മനസ്സിലായി. പോ പോ. നിന്റെ ജോലി നോക്കടി. ഹായ് ദേവി, എങ്ങനെയുണ്ട്? ഫൈൻ ഫൈൻ. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? എന്റെ ചേട്ടൻ 3 ദിവസമായിട്ട് നിങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറയാണോ? സത്യമായിട്ട് ഇപ്പൊ കൂടെ അവൻ ഫ്രണ്ടിന്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞതേ ഉള്ളു, നിങ്ങളൊരു നല്ല ആളാന്ന്. നിങ്ങളോടൊരു സോറി പോലും പറയാൻ പറ്റിയില്ലെന്ന്. അവന്റെ മനസ്സിനൊരു വേദന ഉണ്ടെന്ന്. വേറെന്തൊക്കെ പറഞ്ഞു? ഇപ്പോഴല്ലേ തുടങ്ങിയത്, ഇനി അങ്ങോട്ട് പോകുമ്പോ നോക്കാം. ഇനി നിങ്ങൾ 1 വർഷം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. ദേവി, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ബൈ. ഓക്കെ ഓക്കെ. അവ അന്വേഷിക്കുന്ന പെണ്ണ് നിന്നേക്കാൾ സുന്ദരിയാണോ? അങ്ങനെയാ തോന്നുന്നേ. അതായിരിക്കും എന്നെ വേണ്ടാത്ത. എനിക്ക് വാസുവെ ഇപ്പൊ തന്നെ കാണണം. എങ്ങനാടി? അതിനല്ലേ അവളുള്ളത്. എന്തെടുക്കുവാ? വീട്ടിൽ ആരുമില്ലേ? നിങ്ങൾ എങ്ങോട്ടാ പോന്നേന്ന് മനസ്സിലായി. നിങ്ങളുടെ ആൾ ഇതുവരെയും ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. സൺഡേസില് നിന്റെ ഏട്ടൻ എന്താ ചെയ്യാ? മുമ്പൊന്നും വെളിയിൽ പോകത്തില്ലായിരുന്നു. ഇപ്പോഴാണ് വീട്ടിലേ കാണാനില്ല. എവിടൊക്കെ പെണ്ണുങ്ങളുണ്ടോ അവിടൊക്കെ പോയി ആ പെണ്ണിനെ തപ്പിക്കൊണ്ടിരിക്കുക. എന്താടീ പറയുന്നേ? അതെ, ഇതിന് എപ്പോഴാണോ നിർത്താൻ പോന്നെ? സൺഡേസിലെ ചേട്ടൻ എവിടെ പോകുന്ന ഒന്ന് ചോദിച്ചു പറയോ? എന്തിനാ? പ്ലീസ്. ഓക്കെ ഓക്കെ. ചി പൊടി. ഞാൻ ഈ സൺഡേ വാസുവിനെ ഫോളോ ചെയ്യാൻ പോവാ. അളിയൊന്ന് സ്ലോ ആക്കി.
ശരിയില്ലടാ പോവാം. എടാ ആ കൊച്ചെനിക്ക് സെറ്റാവുന്ന തോന്നേ. ഡാ നീ വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനേ പോകുന്നു നോക്കിയോ. ഞങ്ങളൊക്കെ നാക്കോട് നാശം നാസേരെ നാശം ചെയ്തവരാ. നീ ഇവിടെ നിന്ന് കണ്ടോ? ഇറങ്ങടാ. എടാ ഇറങ്ങാൻ പറഞ്ഞേ. മതിരാ പോടാ. എക്സ്ക്യൂസ് മീ മാഡം, ഈ അഡ്രസ് എവിടെയാണെന്ന് പറയോ? എടാ മത്തങ്ങ തലയാ, നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ATM കാർഡ് കാട്ടി അഡ്രസ് എവിടെയെന്ന് ചോദിക്കുന്നു. സോറി മാഡം, കാർഡ് മാറിപ്പോയി. നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറും. ഓടി പൊയ്ക്കോ. കണ്ടാലും മതി റാസ്കൽ. സർ, നിങ്ങളെ കണ്ടിട്ട് ഡീസന്റ് ആണല്ലോ. ഈ അനിമൽസിനൊക്കെ എന്തിനാ കൂട് Sorry, കൂട്ടുന്നത്? sister. ഞാൻ അനിമല, നീ ആണെങ്കിലും ഐശ്വര്യ റായും. നിന്റെ മോന്ത കണ്ട താറാവിനെ പോലെയാണ്. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിന്റെ മോന്തെ അടിച്ച് ഷേപ്പ് ആകും. അടിക്കണേ ഇവനെല്ലാരും. ഇതിലേക്ക് ആവശ്യം ഏയ്, 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 നിക്കടാ. വേഗം പോടാ. ഇറങ്ങിക്കേ. എന്തിനാ? നിന്റെ കൂടെ വന്നാൽ ഞാനും നാണം കിടന്നു. ഞാൻ ഓട്ടോയിൽ വന്നേക്കാം, നീ ഇതിന് വണ്ടി എടുത്തിട്ട് പോ. നല്ല കാര്യം, അവളുമാരുടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ നിന്നിരുന്നെങ്കിലേ നമ്മളെ മലർത്തി കിടന്ന് ചവിട്ടിയിട്ടുണ്ടാവും. പെണ്ണുകളാണ് അതൊക്കെ, മോഡേൺ ഡ്രസ് ഇട്ട പോത്തുകളാ. ഡാ എത്ര കിട്ടിയാലും നിനക്ക് മതിയാവത്തില്ലേ? എടാ അളിയ, രഘുവിന് ഇതൊന്നും വിഷയല്ലടാ. ഹലോ ഞാൻ ഋഷിയെ സംസാരിക്കുന്നേ. ഋഷായോ? നിങ്ങളുടെ ബാങ്കിലെ എനിക്ക് അക്കൗണ്ട് ഉള്ളത്. അതിനെന്താ ഇപ്പോ? കുറെ നാളായി ഞാൻ നിങ്ങളോട് ലോൺ ചോദിച്ചിങ്ങനെ അലഞ്ഞു നടക്കുന്നു സർ. ഈ നമ്പർ ആരാ തന്നെ? ഫ്രണ്ടാ തന്നത്. അപ്പൊ അവനെ തന്നെ വിളിച്ചോ. ഇനി ഈ നമ്പറിൽ ഫോൺ വിളിക്കരുത്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്നേ സർ. ഇവിടെ നോക്കിയേ, മുഴുവനായിട്ടും വിശ്വസിക്കേണ്ട, മുക്കാലായിട്ടും വിശ്വസിക്കേണ്ട. അത് ശരിയാവത്തില്ല. സർ നേരിട്ട് മീറ്റ് ചെയ്യാമോ? ഹലോ, നേരെയും മീറ്റ് ചെയ്യണ്ട, വളഞ്ഞു മീറ്റ് ചെയ്യണ്ട. ഫോൺ വെച്ചേ. എടാ കണ്ടവളമാരൊക്കെ എന്താ പറ്റിയേ? ആരാ നിന്നെ അടിച്ചേ? നീ ഫോൺ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ആരാടാ? അവളുമാരോ? എടാ വാ തുറന്നു ഒച്ച വെച്ചൂടെ? ഒച്ച വയ്ക്കാൻ വേണ്ടി വായ തുറന്നു, പക്ഷെ ആദ്യത്തെ അടിയന്റെ വായിലായിരുന്നു അളിയാ. എടാ നിനക്ക് ഫോൺ സംസാരിക്കുമ്പോ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. നിനക്ക് രക്ഷിക്കാതില്ല. സോറിടാ, നല്ല അടി കിട്ടിയല്ലേ. ശരി വാടാ. അല്ല നിന്നെ ഞാൻ വണ്ടി കയറ്റി കൊണ്ടുപോയാ എന്നെ കൂടി എല്ലാരും തെറ്റിദ്ധരിക്കും. നീ ഓട്ടോ ഓടിച്ചു പോയേക്ക. ശരി ശരി. ഓട്ടന്നല്ലേ പറഞ്ഞേ? ഷെയർ ഓട്ടോ ആടാ. പോടാ പോ. ഞാനിതൊക്കെ ചെന്ന് ആരോടാ പറയാ?